ഹായ് ഫ്രണ്ട്സ്, പറയാൻ മറന്നുപോയി. ഫ്രണ്ട്സ് അത് വേറെ ചാനൽ അല്ലേ. ഈ കഥയിൽ ഞാൻ ആറം എന്ന് പറയാൻ പോയി. ആറുനാണ് ആറവൻ്റെ മകൻ്റെ പേര്. ആറവൻ്റെ മകൻ പറഞ്ഞു, മമ്മി എനിക്ക് പെൺകുട്ടി ഇഷ്ടം. ഹേമ അതെ പെൺകുട്ടി പേര് പറഞ്ഞു. ശരി, ഓക്കെ. ഇവളെ കുട്ടി ഡീറ്റെയിൽസ് മൊത്തം എനിക്ക് ഷോക്കായി പോയി. എന്ത്? പിന്നെ ആ കുട്ടീൻ്റെ അമ്മയും അച്ഛനും വന്നു. എന്ത് നിൻ്റെ മകനാ? എന്തെൻ്റെ മകളാണോ? അതെടി. ഷോക്കായി പോയി. അങ്ങനെ എല്ലാ ഗേൾസിൻ്റെ ഗേൾസ് മമ്മി ഡാഡി വന്നു. എത്രയാണോ റോസ് പറഞ്ഞു. എന്ത് കാര്യം പറഞ്ഞിട്ട് റോസ് മമ്മി റോസൊക്കെ ഷോക്കായി പോയി. എന്ത്? നീ മമ്മി ഞാനിവനെ ലവ് ചെയ്യാം. എന്ത്? ജങ്കുക്കിൻ്റെ മോനാ? അതെ, ജങ്കുക്ക് മോന് റോസിൻ്റെ മകൻ ലവ് ചെയ്യാണ്. ശരി നടക്കട്ടെ. അങ്ങനെ എല്ലാ കുട്ടികൾക്കും അങ്ങനെ മാരേജ് അങ്ങനെ പറയാൻ തുടങ്ങി. എന്ത്? നമുക്ക് ഇന്ത്യയൊക്കെ പോകണം. റോസ് പറയാം, ശരിടേ, നമ്മളെ കുട്ടികളല്ലേ, അവരാഗ്രഹമല്ലേ. അങ്ങനെ പറഞ്ഞു. എല്ലാവരും ഇന്ത്യയൊക്കെ പോകാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഇവിടെ നമുക്ക് പിന്നെ ഫസ്റ്റ് ടൈം ഇന്ത്യ സൈസ് മാരേജ് കഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യയൊക്കെ പോയി. അങ്ങനെ എൻഗേജ്മെൻറ്റ് നടന്നു. അങ്ങനെ കുറച്ച് ദിവസം ഇന്ത്യയൊക്കെ പോയി. ഇന്ത്യയിൽ സാരി അത് ജ്വല്ലസ് എല്ലാം വാങ്ങിക്കഴിഞ്ഞു. അതെ അങ്ങനെ കൊണ്ട് ഏഴ് പേർക്ക് അങ്ങനെ ഓരോന്ന് ഡ്രസ്സ് അത് ഇതും വാങ്ങിക്കഴിഞ്ഞു. അങ്ങനെയും കൊണ്ട് സാരി അത് ഇതെല്ലാം വാങ്ങി. എടി മച്ചി, എന്തടി പറയാം? എന്ത്? 8 പേർക്ക് മാരേജ്? അതെടി, എൻ്റെ മകൾക്കും മാരേജാ. റോസ് ഷോക്കായി പോയി. എന്ത്? അതെടി, അത് എൻഗേജ്മെൻറ്റും അത് നടന്നോടി, നിങ്ങൾ അറിയില്ലായിരുന്നു. അത് നടന്നു കഴിഞ്ഞു. ശരി, അങ്ങനെ ഓരോന്നെല്ലാം വാങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഡ്രസ്സ് അത് ഇതെല്ലാം വാങ്ങിക്കഴിഞ്ഞ് കായിൻ്റെ മകനാണ് ലവ് ചെയ്യുന്നതാണ് പറഞ്ഞു. ഹർമു ഷോക്ക്. എന്ത്? ആരാ മകൾ? അതെ, എല്ലാവരും അങ്ങനെ ഇന്ത്യ സൈസ് മാരേജ് നന്നായിട്ട് നടന്നു കഴിഞ്ഞു. അങ്ങനെ കുറച്ച് പ്ലേസെല്ലാം ചുറ്റി കഴിഞ്ഞു. അപ്പോൾ ഒരു ആൻറ്റി വന്നു. മോളെ, നിങ്ങൾ? അതെ മോളെ, എന്ത് പറഞ്ഞ കാര്യമുണ്ട്? മോൾക്ക് സുഖം തന്നെയാണോ? സുഖം തന്നെയാണോ? അങ്ങനെ പറഞ്ഞു. ഇതാരാ മനസ്സിലായില്ലേടി? റോസ് പറയും. ആരടി? ഇതേടി ഗുണ്ട ആൻറ്റി. ഓ, അവരാണോ? അതെ. നിങ്ങൾക്ക് സൗഖ്യമാണോ? അതെ, സൗഖ്യമാണ്. കുണ്ടാൻ്റെ മോളാണ്. നിങ്ങൾ അമ്മേ? എന്ത് പറയാ, അമ്മയ്ക്ക് പ്രായം കൊണ്ട് പോയി. ഹസ്ബൻഡാ അവിടെ നോക്ക്. എന്ത്? അസുഖം പറ്റി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എൻ്റെ കുട്ടികളെ അവരെ നോക്കുന്നത്. സാരമില്ല. ശരി, ഞങ്ങൾ വന്നു. അങ്ങനെ ഇന്ത്യ മാരേജ് കഴിഞ്ഞ് കൊറിയൻ സൈസ് മാരേജ് നന്നായിട്ട് നടന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തിൽ താമസിക്കാൻ തുടങ്ങി. ജിമിൻ പറഞ്ഞു, വൈഫി എന്ത്? അതെ, ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ? ഇങ്ങോട്ട് വാ. ഞാൻ ജിമിൻ വിളിച്ചുകൊണ്ട് പോയി. വാവ്, എന്താ ഇത്? ഗിഫ്റ്റ്. എന്താ ഗിഫ്റ്റ്? തുറന്ന് നോക്ക്. അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അതിൽ ഫാമിലി ഫോട്ടോ ആയിരുന്നു. അതെ, കുട്ടികളെ അതെ, ആൽബംസ് ഉണ്ട്. 6 ബുക്ക് വന്നു ഇതിൽ. അതെ, ചെറിയ പ്രായത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, കല്യാണം അയക്കുമ്പോൾ എങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു? അപ്പോൾ എടുത്ത ഫോട്ടോസെല്ലാം. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടായിരുന്നു. ശരി, ഓക്കെ. എല്ലാവരും ഓരോന്ന് ഗിഫ്റ്റ് തന്നു. മമ്മി, എന്ത് പറ്റി? ഇതാരാ? എന്തേത്? ഹായ് മമ്മി, ഇത് എന്താ അറിയില്ല. ഒരു ഗ്രാൻഡ്മ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. ശരി, ഓക്കെ. അങ്ങനെ 7 പേര് കാണാൻ പോയത് കൊണ്ട് അവിടേക്ക് പോയി. നോക്കുമ്പോൾ ഒരു ഗ്രാൻഡ്മ ആയിരുന്നു സംസാരിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, നിങ്ങൾക്ക് നടന്ന കാര്യമാണ് പറഞ്ഞു. അത് കേട്ട് ഷോക്കായി പോയി. എന്ത്? വിധിയാ? അപ്പോൾ നിങ്ങളാരാ? അതൊരു ഏഞ്ചലായി മാറി. അതുകൊണ്ട് എല്ലാവർക്കും ഷോക്കായി പോയി. എന്ത്? അതെ, നിങ്ങളോട് ഞാൻ പറയാനുണ്ട്. അതെ, നിങ്ങൾ വിധിയും പറഞ്ഞാൽ നിങ്ങൾ വിധി നിങ്ങൾ ഒന്നാൻ വേണ്ടി ചെയ്തതാണ്.
നിങ്ങൾ വീണ്ടും ജനിക്കും, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എന്ത്? അതെ, അങ്ങനെ പറഞ്ഞു. നിങ്ങൾ വരൂ. അതെ, നിങ്ങൾ വീണ്ടും ജനിക്കും, അപ്പോൾ നിങ്ങൾ ഞാൻ വീണ്ടും കാണാൻ വരാം. അത് അതെ, അങ്ങനെ പറഞ്ഞു അവരുടെ നിന്ന് മറഞ്ഞു പോയി. എന്ത്? വീണ്ടും ജനിക്കുമോ? അതെ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഏതേതോ ജന്മത്തിൽ നിങ്ങൾ ഒന്നാൻ പോകുന്നതാണ്. അത് കാര്യം പറഞ്ഞു അവർ മറഞ്ഞു പോയിരുന്നു. നമുക്കൊന്നും മനസ്സിലായിരുന്നില്ലായിരുന്നു. അങ്ങനെ ആറമ്മക്ക് ഒരു ബുക്ക് കണ്ണു വെട്ടി. ഇത് ഉള്ള ബുക്ക്. അങ്ങനെ ബുക്ക് തുറന്ന് നോക്കുമ്പോൾ അവർക്കെല്ലാം ഷോക്കായി പോയി. അതുമാത്രമല്ല, അവർ എങ്ങനെ പണ്ട് അങ്ങനെ ഏതേത് ജന്മത്തിലെ എങ്ങനെയുള്ള കഥകൾ മൊത്തം അവിടെ വായിച്ചു. അവർക്ക് ഹാപ്പിയായി സാഡായി, അത് കുറച്ച് സാഡായിരുന്നു. 3 ജന്മത്തിൽ ചിലപ്പോൾ ഒന്നാൻ പറ്റില്ലായിരുന്നു. ഒന്നായത് ഈ ജന്മത്തിലാണ് ഇവർ വീണ്ടും ഒന്നായത്. അതുകൊണ്ടാണ് 7 ഹസ്ബൻഡ്. അവർ ഒന്നാകാൻ പോകുമ്പോൾ ഓരോന്ന് ആപത്ത് വരും. അതാണ് രാജാക്കാലത്തിലും ഓരോന്നും കാലത്തിലും. അങ്ങനെ ഹാപ്പിയായി അവർ സന്തോഷത്തിലിരിക്കാൻ തുടങ്ങി. ഡാഡ്, എന്ത് പറ്റി? ഡാഡ്, എന്ത് പറ്റിയടാ? ഡാഡി, ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഡാഡിൻ്റെ ഫ്രണ്ട് കാണാൻ വന്നിട്ടുണ്ട്. ആരാ? ഇവനാ? എടാ മൈക്കിൾ, നീയോ? അതെടാ മച്ചാ. അതെ, പറയാൻ മറന്നുപോയി. ഫ്രണ്ട്സ്. അതെ, അവർ ഫ്രണ്ട്സ് ആ ഗേൾസിനെല്ലാം ഡ്രോപ്പ് ചെയ്തത് മൈക്കിളാണ്. അവൻ ഫ്രണ്ടാണ്. ഒരു ഫ്രണ്ട് മാത്രമല്ല, അവന് സ്വന്തം ഹോട്ടൽ അത് ഇതെല്ലാം ഉണ്ട്. എന്താ പറ്റി മൈക്കിൾ? അതെടാ, ഒരു കാര്യം മറന്നു പോയിടാ മച്ചാ. എന്താടാ? അതേടാ, ഇതാ. എന്താ? അങ്ങനെ ആറമ്മ ഷോക്കായി പോയി. എന്താടാ ഇത്? ഇത് ഒരു ലോക്കറ്റാണ്. അതെന്താ ലോക്കറ്റടാ? അതൊന്നുമില്ലടാ, അത് നിങ്ങൾക്ക് വൈഫ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റോറി തീർന്നു. വാ.